വായനശാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റാങ്ക് ജേതാക്കളെ അനുമോദിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി MA എക്കണോമിക്സ് പരീക്ഷയിൽ റാങ്ക് ജേതാക്കളായവരെ അനുമോദിച്ചു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക വായനശാല സംഘടിപ്പിച്ച വീട്ടുമുറ്റ സദസ്സിൽ വെച്ചാണ് റാങ്ക് ജേതാക്കളായ റാണി മരിയ രാജീവിനെയും ഹരീഷ്മ ഷിബുവിനെയും നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് അനുമോദിച്ചത്. പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TV ഷൈവിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പത്മശ്രീ CG കൃഷ്ണദാസ് നായർ മുഖ്യാതിഥിയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി MR സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK കാസിം, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബീന ജോസ്, UC കോളേജ് മുൻ മലയാള വിഭാഗം മേധാവി VP മാർക്കോസ്, ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി സാബു PT, വായനശാല പ്രസിഡന്റ് VK പുഷ്പാങ്കദൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. പ്രേംദാസ് VM സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വായനശാല സെക്രട്ടറി AV പ്രദീപ് നന്ദി രേഖപ്പെടുത്തി. എന്റെ പേര് പ്രേംദാസ്. സ്വാഗതം പറയാനായിട്ട് ഉദ്ദേശിച്ചതെന്നാണെങ്കിൽ എനിക്ക് 2-3 ദിവസം പനിയായി കഴിഞ്ഞാൽ കൂടുതലൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. തുടങ്ങട്ടെ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും അയൽവാസികളായ കുറ്റിപ്പുഴ ശാന്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾക്കും എന്റെ നമസ്കാരം. ജന്മം കൊണ്ട് ഞാൻ കുറ്റിപ്പുഴക്കാരനാണെങ്കിലും ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇവിടെ ജന്മശതോത്തര രജത ജൂബിലിയുടെ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന വീട്ടുമുറ്റ സദസ്സ് എന്റെ വീട്ടിൽ നടത്താൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പത്മശ്രീ കൃഷ്ണദാസ് സാർ, അതുപോലെ തന്നെ നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ഡോക്ടർ VP മാർക്കോസ്, ഗ്രന്ഥശാല സംഘത്തിന്റെ ജില്ലയിലെ തന്നെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന MR സുരേന്ദ്രൻ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK കാസിം ഉൾപ്പെടെയുള്ള ഗ്രന്ഥശാല പ്രവർത്തകരെ, പ്രിയപ്പെട്ട ഈ ഇവിടുത്തെ നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അധ്യക്ഷന്റെ ഉപക്രമം ഞാൻ നിർക്കിപ്പിക്കുന്നില്ല. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മന്ത്രി ഇവിടെ എത്തും എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കുറ്റിപ്പുഴ ലൈബ്രറി പോകുന്നുണ്ട് എനിക്ക് ദീർഘമായിട്ടൊന്നും സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിരന്തരമായ പരിപാടികളിൽ മിക്കവാറും ഇപ്പോ നിലവിൽ താലൂക്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിലും അതിനു മുമ്പ് പറവൂർ താലൂക്കിലെ ജോയിന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പ്രവർത്തനം നടത്തുന്ന ഒരു ഗ്രന്ഥശാല പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന പറവൂർ താലൂക്കിലെ ഒരു പേരാണ് കുറ്റിപ്പുഴ ഗ്രാമീണ കൃഷ്ണപിള്ള മെമ്മോറിയൽ ലൈബ്രറി എന്നുള്ളത്. ശ്രീ ഷൈവിൻ, നമുക്കെല്ലാവർക്കും ബഹുമാനായ പത്മശ്രീ CG കൃഷ്ണദാസ് സാർ, വേദിയിലുള്ള നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന് ദീർഘകാലം നയിച്ച സുരേന്ദ്ര മാർക്കോസ് സാർ, പിന്നെ ഈ വീടിന്റെ സൗകര്യമൊക്കെ നിൽക്കുന്നവരും ശ്രീ പ്രേംദാസ്, അതോടൊപ്പം തന്നെ കാസിം, മെമ്പർ ബീന, സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, കുറ്റിപ്പുഴയുടെ പേരിൽ ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നു. ആ ഗ്രന്ഥശാല എന്താണോ കുറ്റിപ്പുഴ പ്രതിനിധാനം ചെയ്ത ആശയം അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. കുറ്റിപ്പുഴ കോർണർ നമുക്ക് ഈ ലൈബ്രറിയിൽ സ്ഥാപിക്കാം. വായിക്കട്ടെ, കുറ്റിപ്പുഴയെ കുറിച്ച് മനസ്സിലാക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യൂണിവേഴ്സിറ്റിയിൽ MA എക്കണോമിക്സിന് 1ാം റാങ്ക് നേടിയ റാണി മരിയ രാജീവ്. യൂണിവേഴ്സിറ്റിയിൽ തന്നെ MA ബിസിനസ് എക്കണോമിക്സിൽ 4ാം റാങ്ക് നേടിയ ഹരീഷ്മ ഷിബു, വായനശാലയുടെ ബാലവേദി മുൻ ഭാരവാഹി കൂടിയാണ്. കൃഷ്ണപിള്ള സാറിനെ പരിചയപ്പെടുത്തുക, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിന് തന്നിട്ടുള്ള പലതരത്തിലുള്ള സംഭാവനകൾ
അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. അതെല്ലാം വളരെ നല്ല കാര്യം. അതുകൂടാതെ വേറെ പല പല നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് എൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തട്ടെ. പരസ്പരം സ്നേഹിക്കുവാൻ, പരസ്പരം മനുഷ്യരെ കാണുവാൻ, ഞാൻ നിന്നിൽ എന്നെ തന്നെയാണ് കാണുന്നത് എന്ന് പറയുവാനുള്ള കരുത്ത് നമ്മൾ എപ്പോൾ നേടുന്നുവോ അപ്പോൾ മാത്രമാണ് നമ്മൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള മുന്നോട്ട് വെച്ച ആശയ പ്രപഞ്ചത്തെ, അദ്ദേഹത്തിന്റെ ദാർശനിക മണ്ഡലത്തെ സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുക. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ നാട്ടിലുള്ള ആളുകളായതുകൊണ്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ പോലെ ദുരിതായി മാറുന്നില്ല. അദ്ദേഹം നടക്കുന്നത് പോലെ നടന്നുകൊണ്ടായില്ല, അദ്ദേഹം ധരിച്ച ചെരുപ്പ് ഇടുന്നുണ്ടായില്ല, അദ്ദേഹം ധരിച്ച ഷർട്ട് ഇടുന്നുണ്ടായില്ല, അദ്ദേഹം കിടന്ന കസേര കിടക്കുന്നുണ്ടായില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയ മണ്ഡലത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ലോകത്തെ പൂർത്തിയാക്കുവാൻ നമ്മൾ എപ്പോൾ ശ്രമിക്കുന്നുവോ അപ്പോൾ മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പിൻഗാമികളും അദ്ദേഹത്തിന്റെ നാട്ടുകാരുമായി മാറുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്നിവിടെ ആദരിക്കപ്പെട്ട വിദ്യാർത്ഥികളെ അകമഴിഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരമൊരു സദസ്സ് ഇനിയും ഇത്തരം സദസ്സുകളിലൂടെയാണ് കുറ്റിപ്പുഴയുടെ ആശയങ്ങളെ കുറ്റിപ്പുഴയുടെ സ്വപ്നങ്ങളെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുക. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യക്തിയേക്കാൾ വികാരം ഭരിക്കുന്ന ഒരു നാടായി നമ്മുടെ കേരളം മാറാൻ പാടില്ല എന്ന് ഉറച്ച നിലപാടെടുത്ത ഒരാളായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണൻ. അതുപോലെ തന്നെ മതവും രാഷ്ട്രീയവും കൂടിച്ചേരുന്നത് നമ്മുടെ രാജ്യത്തിന് അപകടകരമാണ് എന്ന ഉറച്ച നിലപാടുണ്ടായിരുന്ന ഒരാളാണ് കുറ്റിപ്പുഴ. ഗാന്ധിജിയോട് വലിയ സ്നേഹമുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഗാന്ധിജിയുടെ ചില നിലപാടുകളെ അദ്ദേഹം യുക്തിയുക്തം എതിർത്ത ഒരാൾ കൂടിയായിരുന്നു. സദസ്സുകളും മറ്റ് പല ചടങ്ങുകളുമായിട്ട് വ്യത്യസ്ത രീതിയിൽ അവർ സംഘടിപ്പിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ നമുക്ക് അടുത്താണ് അതിന്റെ ആഘോഷങ്ങളുടെ സമാപനം വരുന്നത്. അപ്പൊ അത് ഗംഭീരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ പറ്റിയുള്ള നമുക്ക് കൂടുതൽ അറിവുകൾ, നമുക്ക് അറിയാൻ പാടില്ലാത്ത മേഖലകളിൽ കൂടി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാമീണ ശാല നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എല്ലാ മേഖലകളിലും വായനശാലയുടെ, അതായത് നമ്മൾ വായനയിൽ കൂടി വളരണം എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള മേഖലകളിൽ കൂടി നമുക്കുള്ള അറിവുകളും പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി വായനശാല സജീവമാണ്. നമ്മുടെ ഓരോ മേഖലകളിലും വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് പഠനത്തിലായാലും മറ്റു മേഖലകളിലായാലും നല്ല അറിവ് നേടി പഠിച്ച് മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥിനികൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുത്തുകൊണ്ട് ഗ്രാമീണശാല എന്നും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ വാഗ്ദാനങ്ങളായിട്ട് വളരേണ്ടവരാണ് അവര്. അവർക്ക് കൊടുക്കേണ്ട പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് കൊടുക്കുന്ന പ്രോത്സാഹനം തന്നെയാണ്. അപ്പൊ അത്തരത്തിലും മറ്റു ലഹരി വിരോധ ക്യാമ്പയിനുകളും മറ്റും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ആ ലഹരി വിരുദ്ധ ക്യാമ്പയിനൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വായനശാല നടത്തിയിട്ടുള്ളത്. അതൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കും. എല്ലാവരുടെ കൂടി എത്തിയിട്ടുള്ള എല്ലാവർക്കും പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജന്മശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഒത്തിരിയേറെ പരിപാടികൾ നമ്മുടെ വാർഡിന്റെ വിവിധ തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ഇതിന്റെ സമാപനത്തിലേക്ക് കടക്കുകയാണ്. ഓഗസ്റ്റ് 21-നാണ് നമ്മൾ സമാപനം അകന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത്. എന്തായാലും കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വായനശാല ഇങ്ങനെ ഈ വീട്ടുമുറ്റ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് കൊണ്ട് നമ്മളിലേക്ക് കൃഷ്ണപിള്ള സാറിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പിള്ളേർക്കാണെങ്കിലും എനിക്ക് തന്നെ അധികം കാര്യങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ നമ്മൾ ഇതുപോലുള്ള വീട്ടുമുറ്റ സദസ്സുകളിലൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ്
കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. അതുപോലെ ഇത് മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഇന്ന് വായന അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു പത്രം വായിക്കാൻ പറഞ്ഞാൽ പോലും നമ്മുടെ പിള്ളേർക്ക് നേരമില്ല. നേരം വെളുത്ത് എണീറ്റ് വരുമ്പോൾ തന്നെ മൊബൈലായിരിക്കും നമ്മുടെ പിള്ളേരുടെ കയ്യിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ വായനശാല ഇത്രയേറെ ഉയർന്നു പോകുന്നു. അത് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിൽ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി ഈ നമ്മുടെ സമാപന സമ്മേളനം ഓഗസ്റ്റ് 21 നടക്കുന്ന സമാപന സമ്മേളനം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പത്മശ്രീ കൃഷ്ണദാസ് സാർ, മാർക്കോസ് സാർ, വായനശാലയുടെ ഭാരവാഹികളെ, പ്രദീപ്, ഈ വീടിന്ന് വിട്ടു തന്ന പ്രേംദാസ് ഏട്ടൻ, എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ജന്മശതാബ്ദി ശതേതര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന കുടുംബ സദസ് എന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സാഹിത്യത്തിന് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാർ നൽകിയ ഒരുപാട് സംഭാവനകളുണ്ട്. അദ്ദേഹം പണ്ഡിതനും യുക്തിവാദിയും സർവോപരി ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു. കൃഷ്ണപിള്ള സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട്. കാരണം ജനിച്ചു വളർന്നത് ഇന്ന് ശാന്തിനഗർ എന്നറിയപ്പെടുന്ന ഇവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അന്ന് ആ സ്ഥലം കുറുങ്ങാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ വൈകിയ വേളയിൽ. എന്തായാലും ഈ ഇങ്ങനെയുള്ള സദസ്സുകൾ നമ്മുടെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മൾ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള ഈ കുടുംബ സദസ്സുകൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സ്മാരക ഗ്രാമീണ വായനശാലയുടെ വീട്ടുമുറ്റ സദസ്സുകൾ കുന്നുകരയിലെ വിവിധ വാർഡുകളിൽ എല്ലാ മാസങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 1 കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ 125ാമത് ജന്മദിനം. 2024 ഓഗസ്റ്റ് 1 മുതൽ 2025 ഓഗസ്റ്റ് 1 വരെ വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് വായനശാല ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് 125ാം ജന്മദിനാഘോഷങ്ങളുടെ പരിപാടിയും അതോടൊപ്പം തന്നെ കുറ്റിപ്പുഴയുടെ പേരിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹിത്യ അവാർഡ് വിതരണവും ഈ വരുന്ന ഓഗസ്റ്റ് 21 ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ അവർ നിർവഹിക്കും. കുന്നുകര അഹന ഓഡിറ്റോറിയത്തിൽ വച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിനുവേണ്ടി അതിന്റെ വിജയത്തിന് വേണ്ടി ഇവിടുത്തെ മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ മുഴുവൻ സഹായങ്ങളും സാന്നിധ്യ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ആദ്യം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റും ഒപ്പം ലൈബ്രറികൾക്കൊപ്പം എന്ന മന്ത്രിയുടെ പദ്ധതിയുടെ കൺവീനറുമായിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ TB ഷൈബിന് വായനശാലയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം തിരക്കുകൾ ഉണ്ടായിട്ട് പോലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏൽക്കുകയും വായനശാലയ്ക്ക് പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും പ്രിന്ററും നൽകി നമ്മളെ കൂടുതൽ ധാർമ്മിക ബോധമുള്ളവരാക്കി തീർക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവിന് യോഗത്തിന്റെ പേരിലും വായനശാലയുടെ പേരിലും നിങ്ങളുടെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.